ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 3 മാസം കഴിഞ്ഞു. 95 ദിവസത്തോളമായി. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നില്ല. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കൃത്യമായ ഒരു അപ്ഡേഷൻ തരാൻ പറ്റാതെ നമ്മൾ ചുമ്മാ വീഡിയോ എപ്പോഴും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും വീഡിയോ ഇടുമ്പം അതിനെന്തെങ്കിലും നമുക്ക് അപ്ഡേഷൻ നിങ്ങൾക്ക് മുന്നിൽ തരണം. അതിനാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്തത്. ഇന്നലെ ആയിരുന്നു എൻ്റെ ഫ്രീ ആയിട്ടുള്ള ലാസ്റ്റ് PRP. അത് ഞാൻ ബയോട്ടിൻ PRP ആണ് എടുത്തത്. 1000 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് ഫ്രീ ആയിട്ടുള്ള PRPയുടെ അതിൻ്റെ കൂടെ 1000 രൂപ എക്സ്ട്രാ ചെയ്തപ്പം നമുക്ക് ബയോട്ടിൻ PRP അവർ ചെയ്തു. അവർ തന്നെയാണ് ലാഡൻ സിറ്റി എന്നാണ് പറഞ്ഞത്, ലാസ്റ്റ് PRP ഫ്രീ ആയിട്ടായതുകൊണ്ട് 1000 രൂപ എക്സ്ട്രാ ആയിട്ട് ബയോട്ടിൻ PRP ചെയ്യാൻ. അത് അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ 3 മാസത്തിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഹെയർ ലൈനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പക്ഷേ ഗ്യാപ്പ് നല്ല രീതിക്കുണ്ട്. അവിടെ ഇവിടെയൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ട്. നല്ലപോലെ ഇമ്പ്രൂവ് ആകാൻ ഇനിയുണ്ട്. ഞാൻ എൻ്റെ ക്രൗൺ ഏരിയ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഗ്യാപ്പ് നല്ലപോലെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈറ്റിൻ്റെ മുന്നിൽ തന്നെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് പോയി ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ മുടി ഫുള്ള് ഫില്ലായിരിക്കുന്ന പോലെ തന്നെ തോന്നത്തുള്ളൂ. അതാണ് ഈ ലൈറ്റിൻ്റെ മുന്നിൽ തന്നെ, ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ തന്നെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഗ്യാപ്പ് ഈ 3 മാസം കഴിയുമ്പോൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു 3 മാസത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചിലർക്ക് ഈ ഷെഡിങ് വരുന്നത് 10 ദിവസത്തിനകം മുടിയെല്ലാം പൊഴിഞ്ഞു പോകും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് ഹെഡ് വാഷിൻ്റെ ഇടയ്ക്ക്. ചിലർക്ക് 1 മാസം എടുക്കും. എൻ്റെ കേസിൽ വന്നത്, എനിക്ക് ഒരു ആദ്യത്തെ 10 ദിവസമൊന്നും മുടിയൊന്നും പൊഴിഞ്ഞൊന്നുമില്ല ഹെഡ് വാഷ് ചെയ്ത് കഴിഞ്ഞ്. എനിക്ക് മുടി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 30% ഷെഡായുള്ളൂ. ബാക്കി എൻ്റെ തലയിലുണ്ടായിരുന്നു. ഞാൻ നോട്ട് ചെയ്ത പ്രധാന കാരണം, എനിക്കൊരു 60 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ മുടി നല്ല രീതിയിൽ ഷെഡാൻ തുടങ്ങി. അത് ഈ ഒരു 3 മാസം വരെ എനിക്ക് ഷെഡിങ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ഷെഡിങ് കുറഞ്ഞ പോലെ ഉണ്ട്. പക്ഷേ ഇന്നലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ 4 മാസം വരെ നമുക്ക് ഷെഡിങ് ആണ്. അതായത് ഒരു വ്യക്തി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് അയാൾക്ക് 10 ദിവസത്തിനകം മുടി പോവാം ഹെഡ് വാഷ് ചെയ്ത് കഴിഞ്ഞ്. 1 മാസത്തിൻ്റെ മുടി പോവാം, 2 മാസത്തിൻ്റെ മുടി പോവാം, 3 മാസത്തിൻ്റെ മുടി പോവാം, 4 മാസം വരെ നമുക്ക് മുടി പോകാം. അതിന് ലേറ്റോ ഏർലിയോ ഒന്നുമില്ല. ഈ 4 മാസം വരെ നമുക്ക് മുടി പോകുന്നൊരു സ്റ്റേജാണ്. അതിൻ്റെ അകത്ത് നമ്മൾ കാര്യമായിട്ടുള്ള ഗ്രോത്ത് പ്രതീക്ഷിക്കല്. എനിക്കതുകൊണ്ട് ഇത്രയും ഗ്രോത്താണ് ഇപ്പോൾ എൻ്റെ ഒരു നിലവിലെ സംഭവം. ഏകദേശം ഒരു 30% ഗ്രോത്ത് പറയാനുണ്ട്. അത്രയും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കിയാൽ ഹെയർ ലൈനൊക്കെ പക്കായിട്ട് കാണാൻ പറ്റും. ഇത് ഇവിടെയൊക്കെ ഇനി മുടി ഫില്ലാകാനുള്ള ഭാഗങ്ങളാണ് ഇതെല്ലാം. ഈ ക്രൗൺ ഏരിയ ആയാലും. പിന്നെ പ്രധാനപ്പെട്ട ക്രൗൺ ഏരിയയുടെ കാര്യം ഡോക്ടർ പറഞ്ഞത്, നമ്മുടെ ഫ്രണ്ട് പോർഷൻ പെട്ടെന്ന് ഫില്ലാകുന്ന പോലെ ഒരു 6 മാസം കൊണ്ടോ 7 മാസം കൊണ്ടോ ക്രൗൺ ഏരിയ ഒരിക്കലും ഫില്ലാകത്തില്ല. ക്രൗൺ ഏരിയയ്ക്ക് നമ്മുടെ ചിലർക്ക്, ഇൻ കേസ് ചിലരുടെ കാര്യം മാത്രമാണ് ഈ പറയുന്നത്, പക്ഷേ മറ്റു ചിലർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ചിലർക്ക് ഹോർമോണിൻ്റെ, അതായത് നമ്മുടെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ ഫില്ലാകുന്ന പോലെ നമുക്ക് ഈ ക്രൗൺ ഏരിയ ഫില്ലാകത്തില്ല. അതാണ് പ്രധാന കാരണം. അതുകൊണ്ട് ക്രൗൺ ഏരിയ നമുക്ക് വെച്ച ക്രൗൺ ഏരിയ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫില്ലാവും. പക്ഷേ അതിന് സമയമെടുക്കും. ആ കൃത്യമായിട്ടുള്ള സമയം വരെ നമ്മൾ മെഡിസിൻ യൂസ് ചെയ്തിട്ട് വൈറ്റമിൻ ടാബ്ലറ്റും കഴിച്ചുകൊണ്ടിരിക്കണം. ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ മിനോക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്, അവിടെ നിന്ന് വൈറ്റമിൻ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ എനിക്ക് ക്ലിനിക്കിൽ ലാഡൻ സിറ്റിയിൽ നിന്ന് വൈറ്റമിൻ D3, അതായത് എനിക്ക് D3 വളരെ കുറവായിരുന്നു. D3 അപ്പോൾ എനിക്ക് D3യുടെ ടാബ്ലറ്റ് ആദ്യം തന്നിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഓൾറെഡി അവർ പറയാതെ തന്നെ D3യുടെ ടാബ്ലറ്റ് കഴിക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ബ്ലഡിൽ വൈറ്റമിൻ D3 ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവരായിക്കോട്ടെ, ഏതും വിറ്റാമിൻ കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുണ്ട് വൈറ്റമിൻ D3 ആണ്. ഒരു 30-ന് മേളിൽ നമ്മുടെ ബ്ലഡിൽ വൈറ്റമിൻ D3 നോർമലായി കൊണ്ടുപോകാൻ, അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നമ്മൾ ലൈഫ് ലോങ് എപ്പോഴും നമ്മളൊരു 30-ന് മേളിൽ വൈറ്റമിൻ D3 കൊണ്ടുപോകാൻ ശ്രമിക്കണം. ചിലർക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശം വൈറ്റമിൻ D3 വെച്ചാൽ അത് അബ്സോർവ് ചെയ്യാത്ത സ്കിന്നും ചിലർക്കുണ്ട്. അവർ ചുമ്മാ നമ്മൾ വെയിലത്ത് പോയിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള വൈറ്റമിൻ D3 സപ്ലിമെൻറ്റ്, അതായത് ടാബ്ലറ്റോ സൊല്യൂഷനോ കറക്റ്റായിട്ട് നമ്മൾ ആഴ്ചയിൽ വീക്ക്ലി 1 അല്ലെങ്കിൽ മാസത്തിൽ ഒരു 2 തവണയെങ്കിലും അത് കഴിച്ചിരിക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറവുള്ളവർ, അതായത് ഡോക്ടറെ കാണുക, ഇല്ലെങ്കിൽ ഡോക്ടർ തന്നെ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയും. ഈ ലാഡൻ സിറ്റിയിൽ നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റേഷന് മുന്നേ നമ്മളോട് പല കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറയും. പക്ഷേ എന്നോട് പറഞ്ഞിരുന്നില്ല. എന്നോട് ഈയിടെയാണ് വൈറ്റമിൻ D3 ടാബ്ലറ്റ് ഇങ്ങോട്ട് തന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഏതായാലും എനിക്ക് നോർമൽ കുറവായിരുന്നു. അത് ഞാൻ ഗുളികയും കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ PRP എടുക്കാൻ ചെന്നപ്പം കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അവർ D3 എനിക്ക് എഴുതി തന്നു. അപ്പം ഞാനത് കഴിച്ചിട്ടില്ല. എൻ്റെ ആഴ്ച 1 കഴിക്കാനാണ് പറഞ്ഞത്. നോർമലി ഞാൻ വേറൊരു ടാബ്ലറ്റ് എൻ്റെ കൂടെ തന്നെ കഴിക്കുന്നുണ്ട്. അങ്ങനെ വൈറ്റമിൻ D3 നമ്മൾ നോർമൽ ആക്കേണ്ട അത്യാവശ്യമാണ്. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നവർ ഇത് നോർമലാക്കിയിട്ട്, ബ്ലഡിൽ നോർമലാക്കിയിട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകാവുള്ളൂ.
അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും അത് ഓർത്ത് വെച്ചോണം. ഇല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു യൂസും കാണത്തില്ല, നമ്മുടെ തലയിൽ മുടി നിൽക്കത്തില്ല. നിങ്ങൾ എൻ്റെ മുടി ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. ഇനി എനിക്ക് ഫില്ലാകാനുള്ള ഏരിയ എന്ന് പറയുന്നത് നോക്ക്, ഇത് ഇവിടെ എല്ലാം എനിക്ക് ഫില്ലാകാനുണ്ട്. ഇതുകൊണ്ട് ഇവിടെ എല്ലാം മുടി വെച്ചിട്ടുള്ളതാണ്. ഇവിടെ ഈ ഗ്യാപ്പ് ഇത്രയും ഭാഗമാണ് ഞാൻ മുടി വെച്ചിരുന്നത് നല്ല കട്ടിക്ക് ഇങ്ങനെ. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ഫില്ലാകാനുണ്ട് ഇനി. പിന്നെ ക്രൗൺ ഏരിയയിൽ നല്ല രീതിക്ക് ഇനി ഫില്ലാകാനുണ്ട്. അതിന് ടൈം എടുക്കും. മേ ബി ഒരു 8 മാസം കഴിയുമ്പോഴത്തേക്ക് ഈ ക്രൗൺ ഏരിയയിൽ ഈ ഗ്യാപ്പ് ഫില്ലായി വരത്തുള്ളൂ. അതെന്തായാലും ഫില്ലായിട്ട് വരും എന്ന പ്രതീക്ഷ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. കാര്യം ഈ 3 മാസം കൊണ്ട് ഈ ഒരു ചെറിയ രീതിയിലുള്ള റിസൾട്ട് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്ന പോലെ ഒരിക്കലും നമ്മുടെ ക്രൗൺ ഏരിയ ഡെവലപ്പ് ആകത്തില്ല. അത് ഞാൻ ഇന്നലെ ഡോക്ടറോട് പ്രത്യേകം ചോദിച്ചതാണ്. ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ആകാൻ ഏറ്റവും പാടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൗൺ ഏരിയ ആണ്. നമുക്ക് ഈ ഹെയർ ഫോൾ തുടങ്ങുമ്പോഴേ നമ്മുടെ മുടി പൊഴിയുന്ന ക്രൗൺ ഏരിയ എന്നാണ്. അപ്പം ഹെയർ വരാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയും അതുപോലെ തന്നെ വരാൻ നല്ല താമസമാണ്. നമ്മുടെ മുടി ഇപ്പോൾ ഒരു 8 മാസം കൊണ്ട് ഇവിടെ ഗ്രോത്ത് ആവുകയാണ്. ചിലപ്പോൾ അതിന് ഡബിൾ സമയം എടുക്കും. ചിലർക്ക്, എല്ലാവരുടെയും കാര്യമല്ല, ചിലർക്ക് ഇവിടെയും കൂടെ ഡെവലപ്പ് ആകാൻ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇനിയും നല്ല രീതിയിൽ ഡെവലപ്പ് ആകാനുണ്ട്. ഇതിൻ്റെ ക്രൗൺ ഏരിയയുടെ റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1 വർഷം കൊണ്ടേ ആകത്തുള്ളായിരിക്കും. പക്ഷേ ഇപ്പം നല്ല രീതിയിൽ ബേബി ഹെയർസ് വന്ന് ഗ്രോ ചെയ്ത് കവർ ആകുന്ന ഗ്രോത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പണ്ടത്തെ എൻ്റെ വീഡിയോയും ഇപ്പോഴത്തെ എൻ്റെ വീഡിയോ കൂടെ ക്രൗൺ ഏരിയ നോക്കുമ്പോൾ, കാരണം കൃത്യമായിട്ട് ലൈറ്റിന് അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം ഗ്രോത്ത് ഉണ്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഞാൻ എൻ്റെ ഡോണർ ഏരിയ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡോണർ ഏരിയ. മുടി എടുത്തതിൻ്റെ യാതൊരു സാമ്പിൾ പോലുമില്ല. എല്ലാം നല്ല ഗ്രോത്ത് വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് മുടി ഇന്ന് സൈഡ് തന്നെ എടുത്ത്. കാര്യം ഇവിടെയൊക്കെ നല്ല എൻ്റെ ലോങ് ഹെയർ ആയതുകൊണ്ട് മുടി വളർന്ന് താഴേക്ക് ഇറങ്ങും. അതാണ് എൻ്റെ മുടി ഇങ്ങനെ ബൾക്കി നിൽക്കുന്നതുകൊണ്ട് ഞാൻ സൈഡ് ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഇന്ന് രാവിലെയാണ് സൈഡ് എടുത്തത്. അപ്പോൾ ഡോണർ ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ആയിട്ടുണ്ട്. എൻ്റെ ഒരു 90 ദിവസത്തെ ഒരു 3 മാസത്തെ ഗ്രോത്ത് എന്ന് പറഞ്ഞ് ഇത്രത്തോളമാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഷെഡിങ്ങിൻ്റെ കാര്യമാണ്. ഷെഡിങ് ചിലർക്ക് 10 ദിവസം കഴിഞ്ഞ് വരും, ചിലർക്ക് 1 മാസം കഴിഞ്ഞായിരിക്കും. ഇൻ കേസ് എൻ്റെ കാര്യത്തിൽ ഒരു മാസം 10 ദിവസം കഴിഞ്ഞ് മുടി പോയില്ല. ചിലർ പറഞ്ഞ് ഞങ്ങൾ 10 ദിവസം കൊണ്ട് മുടി കംപ്ലീറ്റ് പോയെന്നുള്ളത്. എനിക്ക് 1 മാസം കഴിഞ്ഞാണ് നല്ല രീതിക്ക് മുടി പോകാൻ തുടങ്ങിയത്. എന്നാലും 1 മാസം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 30% മുടിയേ പോയിരുന്നുള്ളൂ, 40% മുടി. പിന്നെ ഒരു 2 മന്ത്സ് 3 മന്ത്സ് ഒരു 80 ദിവസത്തേക്ക് അടുക്കാറായപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ തുടങ്ങിയിരുന്നു. പക്ഷേ ഏകദേശം ഇപ്പോൾ എൻ്റെ ഒരു 3 മാസം കഴിയാറായപ്പോഴത്തേക്കും പിന്നെയും ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്തു. അതായത് എനിക്ക് പറയാനുള്ളത്, ചിലർക്ക് മുടി വെച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ മുടി പോകണം നിർബന്ധമില്ല. ഇതിൻ്റെ പേരിൽ ആരും ടെൻഷൻ അടിക്കേണ്ട. 1 മാസം 2 മാസം 3 മാസം ഇന്നലെ ഡോക്ടർ പറഞ്ഞത് 4 മാസം വരെ നമുക്ക് മുടി പോകാം. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മൾ വേറൊരാൾക്ക് നേരത്തെ പോയെന്ന് വെച്ച് നമുക്ക് നേരത്തെ പോകണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് മുടി ചിലപ്പോൾ താമസിച്ചായിരിക്കും പോകുന്നത്. അത് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. 4 മാസം വരെ നമുക്ക് ഹെയർ ഷെഡ് ചെയ്യുന്നൊരു പീരീഡാണ്. 5ാമത്തെ മാസം മുതലേ നമുക്ക് ഗ്രോത്ത് തുടങ്ങത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ 3 മാസം കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഷെഡിങ് ഇപ്പോഴും എനിക്കുണ്ട്. അപ്പോൾ ഗ്രോത്ത് ഇനി ഒരു 5ാമത്തെ മാസത്തിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ കുറച്ച് പ്രോഗ്രഷൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇത്രയും നാളത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പിന്നെ മരുന്ന് കൃത്യമായിട്ട് യൂസ് ചെയ്യണം. ഞാൻ അവിടെ നിന്ന് മിനോക്സിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 3 ദിവസത്തോളം ഞാനത് യൂസ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. കാര്യം ഇടയ്ക്ക് ട്രാവലിംഗ് ഒരു ഗോവ ട്രിപ്പ് പോയ സമയത്ത് മാത്രമാണ് ഞാൻ സ്കിപ്പ് ചെയ്യേണ്ടി വന്നത്. അത് തീരെ നിവൃത്തിയില്ലാഞ്ഞാണ് ഞാൻ യൂസ് ചെയ്യാഞ്ഞത്. അപ്പം നിങ്ങളത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ സ്റ്റോപ്പ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത്രത്തോളമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ ഒരു 3 മാസം കഴിയുമ്പോൾ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്, ഒരു അപ്ഡേഷനായിട്ട്. കാര്യം കൃത്യമായിട്ടൊരു ഗ്രോത്ത് നമുക്കില്ല. നമ്മൾ ചുമ്മാ നേരത്തെ പറഞ്ഞാൽ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ ഒരു ഗ്രോത്ത് അത് ഉണ്ടായി നിങ്ങളെ അത് കാണിച്ചാലും നിങ്ങൾക്ക് എൻ്റെ എത്രത്തോളം ഗ്രോത്ത് എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ കിട്ടിയിട്ടുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാനൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരെ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.